ഒരുപാട് സന്തോഷമുണ്ട്. എനിക്കധികം സംസാരിക്കാൻ അറിയില്ല കേട്ടോ. അഭിനയിക്കാൻ അറിയാലോ, അപ്പൊ നീ ചിരിച്ചോളൂ, കുഴപ്പമില്ല. അത്ര ഉള്ളൂ, ആരും സംസാരിക്കുന്നില്ലല്ലോ. എനിക്ക് എന്തോരം മെന്റൽ ലിസ്റ്റ് പെട്ടെന്ന് തീരും. ശരിയാ ശരിയാ. സിദ്ദിഖേട്ടാ, ഈ കുറച്ച് സിനിമയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ ജോമോൻ. അതെ, നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സിനിമയിൽ നിന്ന് എന്തായാലും ഒരു പ്രേം പാറ്റ എന്തെങ്കിലും ഞങ്ങൾക്ക് ക്ലൂതാ, ഈ സിനിമ എന്താ? അത് അമീറേട്ടൻ പറഞ്ഞു, ഒരു അക്ഷരം പുറത്തു പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു അക്ഷരം പോലും പറയാൻ പറ്റില്ല അല്ലേ? ഒരു ക്ലൂ, റൊമാൻസ്. പിന്നെ എവിടെയോ ഞാൻ വായിച്ചു NSS ക്യാമ്പ്, കറക്റ്റ് അല്ലേ? NSS ക്യാമ്പിലുള്ള കുറച്ച് ആൾക്കാർ, അവരൊക്കെയാണോ നിങ്ങൾ? രജനി, അത്രയൊക്കെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ജോമോൻ ഇവിടെ നമ്മളിപ്പോ ഒരു സദസ്സിന്റെ മുമ്പിൽ വന്ന് സംസാരിക്കുന്നത് ഒരു ചെറിയൊരു സഭാകമ്പമാണ്. അതൊരു കുറച്ച് സിനിമകൾ കൂടെ കഴിയുമ്പോൾ മാറും, അപ്പോൾ ഒരുപാട് സംസാരിക്കാൻ പറ്റും. എന്നാലും ഈ ഒരു അവസരത്തിൽ ഈ സിനിമയെ പറ്റി അല്ലെങ്കിൽ ഈ സിനിമയിൽ ഒരു അവസരം ലഭിച്ചതിനെ പറ്റി രണ്ടു വാക്ക് പറഞ്ഞേക്കാം. അപ്പോൾ രജനിയുടെ വിഷമം മാറും. അല്ലേ, അതിന് പ്രധാന കാരണം ഈ സിനിമയിലെ ക്യാരക്ടറും കഥയും ജോമോൻ്റെ അടുത്ത് പറഞ്ഞല്ലോ. അത് പറഞ്ഞത് മുതൽ അത് ഉൾക്കൊണ്ട് വെക്കുക. ഈ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് ക്യാരക്ടർ. അന്ന് ആ കഥ പറഞ്ഞ അന്ന് മുതൽ ഇന്ന് വരെ ജോമോൻ ഇങ്ങനെയാണ്. ഇങ്ങനെ തന്നെ സിനിമ കഴിയുന്നത് വരെ ഉണ്ടാവുന്നതാണ് നല്ലത്. എന്നാലും രണ്ടു വാക്കൊക്കെ പറയാം ഈ ഒരു ആരോഗ്യമൊക്കെ വെച്ച്. ഇങ്ങനത്തെ ഒരു അവതാരകയെ ഞാൻ ആദ്യമായിട്ട് കാണാറ്. അല്ല, സന്തോഷമുണ്ട് കേട്ടോ. ഒരുപാട് നമ്മളെ ഞാൻ മാത്രമല്ല, ഒരുപാട് പേരുണ്ട്. എല്ലാവരും ഹാപ്പിയാണ്. കുറച്ചുകൂടെ കോൺഫിഡൻസ് വരുമോ?